ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ദീപ്തി ദിലീപ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ചേച്ചിയുടെ വീട്ടിൽ കോയമ്പത്തൂരിൽ നിന്നുള്ള ഒരു ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗാണ്. അതുപോലെ തന്നെ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി ഇന്ന് ചെയ്യാനായിട്ടും പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ലോഗിലേക്ക് പോകാം അല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാട്ടോ എഴുന്നേറ്റ്, ഒരു 7:30 ഒരു 8 ആ ഒരു ടൈം ആകാറായപ്പോഴാണ് എണീറ്റത്. കാരണം രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, സിനിമയൊക്കെ കണ്ട് അങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ആർക്കും പോകണ്ടല്ലോ, അത് തന്നെ വലിയൊരു സമാധാനമാണ് രാവിലെ. അപ്പോൾ എഴുന്നേറ്റ് ഉടനെ തന്നെ കട്ടൻ ചായയൊക്കെ ഇടുകയാണ് ചേച്ചി. പിന്നെ ഇവരെ കൂടാതെ ഒരു 3-4 പേരും കൂടി ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇവരാണത്. അപ്പോൾ ഇതൊക്കെ തീരെ പൊടിയായിരുന്നപ്പോൾ, കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. ഇപ്പോൾ വലുതായിട്ടുണ്ട്. അപ്പോൾ ഷാർക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അക്വേറിയൊക്കെ മാറി വലുതിലേക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. അതുകൂടാതെ കുറച്ച് നാളുകൾക്ക് മുന്നേ വാങ്ങിയതാണ് ഫൈറ്റർ ഫിഷ്. അപ്പോൾ ഈ ഫൈറ്റർ ഫിഷിനെ അവരുടെ കൂടെ ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവരെ കൂടാതെ ഇവിടെ ഉള്ളവർ. പിന്നെ ഞാനും ചേച്ചിയും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി നോക്കുകയാണ്. അപ്പോൾ തലേന്ന് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരിയും മുട്ടക്കറിയും മതി രാവിലെയെന്ന്. അപ്പോൾ എന്തായാലും പൂരിയും മുട്ടക്കറിയും തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ചേച്ചി ആണെങ്കിൽ മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അപ്പം മുട്ട പുഴുങ്ങാനിട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ അത് കുക്കായി വന്നപ്പോഴത്തേക്കും പ്രശാന്തേണ്ണൻ എണീറ്റ് കേട്ടോ. അപ്പോൾ പ്രശാന്തേണ്ണനും ഞാനും ദീപചേച്ചിയും കൂടി ഇരുന്നിട്ട് കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പം മീനിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് ഇന്ന് ആർക്കും ഓഫീസിലൊന്നും പോകണ്ട, റിലാക്സ് ആയിട്ടിരിക്കാം, അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് 3 വലിയ സവോള, അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ചെറിയ സവോള, തീരെ ചെറിയ സവോള എടുത്തു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 6-7 സവോള എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ സവോളയാണെങ്കിൽ നിങ്ങളൊരു 3 വലിയ സവോള എടുത്താൽ മതിയാകും. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാകും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല നമ്മളൊരു 1/2 ടീസ്പൂൺ ചേർക്കും. അത് കൂടാതെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പം വഴറ്റി കൊടുക്കുമ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റി കൊടുക്കാൻ, ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിമ്മിലിട്ടതിന് ശേഷം പൊടികളൊക്കെ ഒന്ന് വഴറ്റി കൊടുത്ത് പച്ചമണം മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഞാൻ അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടല്ല ചേർക്കുന്നത്, കുറച്ച്. അങ്ങനെ ആ വെള്ളം ചേർത്ത് കൊടുത്ത് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം അത് വറ്റിക്കഴിയുമ്പം കുറച്ചും കൂടെ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ഒന്ന് വറ്റി വരാറാകുമ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് മുട്ടയ്ക്കകത്തേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കുക. അപ്പം വരഞ്ഞ് ഞാൻ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കുറച്ച് നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് വെള്ളം ഒഴിക്കാതെ കുറച്ചായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് മുട്ടക്കറി കിട്ടും. അങ്ങനെ മുട്ടയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അവിടെ ഇരുന്ന് 2 മിനിറ്റ് ഒന്ന് തിളച്ച് യോജിച്ച് വരണം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട്
നമുക്ക് ഗ്രേവി എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ റോസ്റ്റ് ആക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ നിങ്ങൾ ഇട്ടാൽ മതിയാകും. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം പൂരിക്ക് നേരത്തെ കുഴച്ച് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് പൂരിയും കൂടെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ എണീക്കുമ്പോൾ കഴിച്ചാൽ മതിയല്ലോ. ആ സമയത്ത് ഉണ്ടാക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആകും. അതുകൊണ്ട് തന്നെ നേരത്തെ അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ ഇന്ന് കേക്ക് ഓർഡർ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ചേച്ചി കേക്ക് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഓഫീസിൽ ജോലിക്കും പോകുന്നുണ്ട്. കേക്ക് വൈകിട്ടത്തേക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ അത് ബേസൊക്കെ ഉണ്ടാക്കി സെറ്റ് ആക്കി വരുമ്പോഴത്തേക്കും എന്താണെങ്കിലും കുറച്ച് സമയം എടുക്കും. എന്നിട്ട് പിന്നെ അത് ഫ്രിഡ്ജിലിരുന്നൊന്ന് സെറ്റായി വരണ്ടേ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എല്ലാം റെഡിയാക്കി ബാറ്റർ റെഡിയാക്കാണ് കേട്ടോ ചേച്ചി. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാറ്റർ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചേച്ചി ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കൊണ്ടുവന്ന് കേക്ക് ബേക്ക് ആകാനായിട്ട് വെക്കുകയാണ്. അത് അവിടെ ഇരുന്ന് ബേക്കായി വരുന്ന ടൈം കൊണ്ട് ഞങ്ങൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ പൂരിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ദിനു എണീറ്റ് വന്നിട്ടുണ്ട്. ദിനു എണീറ്റ് വന്ന ഉടനെ തന്നെ പാത്തു അവിടെ നിന്ന് എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ആരെല്ലാം അടുത്ത് കിടന്നാലാണ് അവൾ കുറച്ചധികം സമയം ഉറങ്ങുക. നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളിങ് എണീറ്റ് പോരും. എണീറ്റ് വന്ന വഴി ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്തുകൊണ്ടാണ് വന്നത് ബാഗിൽ നിന്ന് പല്ല് തേക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമ്മയും വല്യച്ഛനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പി. ഇനി തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട്, ബാംഗ്ലൂർ നല്ല തണുപ്പാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പം ചൂടാണെന്ന് പറഞ്ഞിട്ട് ആൾ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. രാത്രി നമ്മൾ കിടക്കുന്ന സമയത്താണ് കേട്ടോ ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. പൂരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. പിന്നെ ദിനു പോയി പല്ല് തേച്ചു കുളിച്ചു. പാത്തുവിനെ ആണെങ്കിലും ദീപ ചേച്ചി പല്ല് തേപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പൂരിയും മുട്ടക്കറിയും ചായയും കൂടെ കുടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞാണ് കേട്ടോ പൂരിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ദിനുവിനും പ്രശാന്തേട്ടനും ഇനിയിപ്പം മാർക്കറ്റിൽ പോകണം. ഇന്ന് മീൻ മേടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞിരിക്കുകയാണ് അവർ. അപ്പോൾ പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉച്ചക്കത്തേക്കിനുള്ളതെല്ലാം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു പൊതിച്ചോറുണ്ടാക്കി കഴിക്കണം എന്ന്. പക്ഷെ 2 പേർക്കായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള മടി കൊണ്ടാണ് അത് നീണ്ടു പോയത്. വേറെ ആരെങ്കിലും കൂടെയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ഫീലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ എന്നാൽ പൊതിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ടാട്ടോ മീൻ വറക്കുന്നത്, മത്തി. അപ്പോൾ ഇത് തലേന്ന് മേടിച്ച മീനായിരുന്നു. ഇപ്പോൾ അവർ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം പഴയ ആ ഒരു രീതിയിലുള്ള പൊതിച്ചോറ്, അതായത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ തന്നു വിടുന്ന ആ രീതിയിലുള്ള ഒരു പൊതിച്ചോറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, മീൻ വറുത്തതും, അതുപോലെ തന്നെ അച്ചിങ്ങ പയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എന്നാൽ മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അരിഞ്ഞ് മെഴുക്കുവരട്ടി വെക്കുകയാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പൊതിച്ചോറിലേക്ക് വെക്കുന്ന കറികൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, അച്ചിങ്ങ പയറും മെഴുക്കുവരട്ടി, അതുപോലെ ചുട്ടരച്ച തേങ്ങ ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പം തേങ്ങ ചമ്മന്തി കുറേ നാളായി ചുട്ടരച്ചത് കഴിച്ചിട്ട്. അപ്പം ചുട്ടരച്ച് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുട്ട പൊരിക്കുന്നുണ്ട്, അച്ചാറുകളും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിലെ കറികൾ. പിന്നെ പാത്തുവിനെ കൊണ്ടുപോയി കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ചൂലെടുത്ത് പുറകു വശമൊക്കെ ഒന്ന് തൂക്കുകയാണ് കേട്ടോ. ഞാൻ തൂക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാത്തു അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പാത്തുവിനോട് ചൂല് വെക്കാനെന്നും പറഞ്ഞിട്ട് ആൾ കേൾക്കുന്നില്ല. ആൾക്ക് ഏതാണ്ട് ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് അവിടെ വന്നിട്ട്. അപ്പോൾ ചേച്ചി മുട്ട പൊരിക്കാനായിട്ട് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ള മുട്ട ഒന്നിച്ചൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ മേടിക്കാൻ പോയിട്ട് അവർ തിരിച്ച് മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്തുവിനൊരു ബോൾ കൊണ്ട് കൊടുത്തു. അതും കൊണ്ടാണ് അവൾ ഓടിയത്. അപ്പം മീനും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓർത്തത് വാഴയില മേടിച്ചില്ല എന്നുള്ള കാര്യം. പിന്നെ പ്രശാന്തേട്ടൻ 2ാമത് പോവുക കേട്ടോ ചെയ്തത് വാഴയില മേടിക്കാനായിട്ട്. അവർ വരുന്ന വഴിക്ക് വാഴയിലയുടെ കാര്യം വിട്ടുപോയി. അപ്പോൾ പാത്തു ഹാപ്പിയായി കേട്ടോ. പാത്തുവിനൊരു മിൽക്കി ബാറും അതുപോലെ തന്നെ ഒരു ബോളും കൂടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വാഴയില കൊണ്ടുവരുന്ന സമയത്തേക്ക് മുട്ടയും കൂടെ അങ്ങ് പൊരിച്ച് വെക്കുകയാണെങ്കിൽ വാഴയില കൊണ്ടുവരുന്ന ഉടനെ വാട്ടി നമുക്ക് ഇലയൊന്ന് പൊതിഞ്ഞ് വെക്കാം. എപ്പോഴും നമ്മൾ പൊതിച്ചോറൊക്കെ റെഡിയാക്കി ഒരു 1-2 മണിക്കൂറൊക്കെ ആ ഇലയ്ക്കകത്ത് പൊതിഞ്ഞ് എല്ലാം സെറ്റാക്കി വെക്കുകയാണെങ്കിൽ 1-2 മണിക്കൂർ കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മുടെ പൊതിച്ചോറ് നല്ല സെറ്റായിട്ട് ആ ഇലയിലിരുന്നൊന്ന് മയങ്ങി കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഒന്ന് പൊതിച്ചോറ് റെഡിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഇലയൊക്കെ കൊണ്ടുവന്നത് വാട്ടി ഇനിയിപ്പോൾ അതിലേക്ക് ചോറൊക്കെ ഇട്ടൊന്ന്
ഒന്ന് പൊതിഞ്ഞ് വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട ചോറും കറികളും ഒക്കെ ചോദിച്ച് നമ്മൾ ഓരോ ഇലയും പൊതി കെട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഇലയിൽ പേര് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു, മാറിപ്പോകാതിരിക്കാനായിട്ട്. അങ്ങനെ മീൻ വറുത്തത് വെച്ച് കൊടുത്തു, മുട്ട പൊരിച്ചത് വെച്ച് കൊടുത്തു, അതുപോലെ പയർ മെഴുക്കുരട്ടി വെക്കുകയാണ്, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി. അപ്പോൾ ഇതെല്ലാം ചോറിൻ്റെ മുകളിലേക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. അപ്പം ചമ്മന്തിയും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാരങ്ങ അച്ചാർ. ഇത്രയാണ് നമ്മളിന്ന് പൊതിച്ചോറിലേക്ക് വെക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഇല നല്ലപോലെ പൊതിഞ്ഞ് വെക്കണം. ഇല പൊതിഞ്ഞതിന് ശേഷം നമ്മൾ പേപ്പറിലും കൂടി ഇട്ട് പൊതിയണം കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റ് ആ ഒരു പൊതിച്ചോറിൻ്റെ ലുക്ക് കിട്ടുക. അപ്പം ഇനിയിപ്പോൾ ഇലയൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കാര്യമായിട്ടുള്ള പൊതിച്ചിലൊന്നുമില്ല, നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണ്. നമ്മൾ എടുത്തുകൊണ്ടൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ വെക്കാനല്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണ്. എന്നിട്ട് പേപ്പറിലും കൂടി ഇട്ട് മടക്കി പൊതിഞ്ഞ് പേരും കൂടി എഴുതി അങ്ങ് വെക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കി 3 പൊതിച്ചോറും കൂടെ റെഡിയാക്കണം. അപ്പോൾ അതൊന്നും സെപ്പറേറ്റ് ഒന്നും എടുക്കുന്നില്ല, നമ്മുടെ ഇതിനകത്തുനിന്ന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്ട് നമ്മൾ പേരൊക്കെ എഴുതി പൊതിച്ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് സെറ്റായി വരട്ടെ. ഒരു 1.5-2 മണിക്കൂറൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും പ്രശാന്തിയേട്ടൻ പോയിട്ട് ഫ്ലാഗ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാഗ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലാഗ് കണ്ടപ്പോഴത്തേക്കും പാത്തു ഇതെന്തിനാ, ഇത് എനിക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങനെ അത് കെട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പാത്തുവിന് നമ്മൾ കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പൊതിച്ചോറ് കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചപ്പം കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഞ്ഞി കോരിക്കോരി കൊടുക്കുകയാണ് ഇതിനും അതിനിടയ്ക്ക്. അപ്പോൾ ഈ ഫ്ലാഗ് പിടിച്ചിട്ട് വന്ദേമാതരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ആളോട് വന്ദേമാതരം പറയാൻ ഒരു വട്ടം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവളതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പൊതിച്ചോറൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇത് വൈകുന്നേരം ഇത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ കേക്ക് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡ് വെൽവെറ്റ് കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അത് ഇപ്പോൾ കൊടുക്കണം വൈകുന്നേരം. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അവർ കൊണ്ടുവന്നത് ചെങ്കലവ കിളിമീനും അതുപോലെ തന്നെ വരാലുമായിരുന്നു. അപ്പം വരാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വരാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ 2 പേരും പോയി കുളിച്ചു. ഞങ്ങൾ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊതിച്ചോറ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അതിങ്ങനെ തുറന്ന് വന്നപ്പോൾ തന്നെ എന്തൊരു സ്മെല്ലായിരുന്നെന്നറിയോ. അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു പൊതിച്ചോറ് കഴിക്കണം എന്നുള്ളത്. അതെന്തായാലും അങ്ങ് സാധിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞാലും ഈ ഒരു പൊതിച്ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ എന്ത് കഴിച്ചാലും കിട്ടത്തില്ല. അത്ര ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി ഇരുന്നിട്ട് പൊതിച്ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പൊതിച്ചോറ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാത്തു ആണെങ്കിൽ ഭയങ്കര കളിയാണ് കേട്ടോ. അവൾ കഴിച്ചതായതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വരാൽ കറി വെക്കണം, മീൻ വറക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.